ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കറണ്ട് പോയ സമയത്ത് നോക്കിയിട്ട് വീഡിയോ എടുക്കുകയാണോ എന്ന് വിചാരിക്കരുത്. കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ടുള്ള ഒരു വലിയ ടാസ്ക് തന്നെയാണ് ഇത്. ഇന്നത്തെ വർക്ക് കണ്ടല്ലോ നമുക്ക്. ഇന്നത്തെ വർക്ക് വന്നിട്ട് ഒരു 2 kg 3 ടയർ കേക്ക് സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ നമുക്കൊരു 1.5 kg ഒരു സ്ക്വയർ ആയിട്ടുള്ള പേസ്ട്രീസ് ഉണ്ടല്ലോ, അതും സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ കേക്ക്സ് എല്ലാം ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് ചോക്ലേറ്റ്സിന് ഓർഡർ ഉണ്ടായിരുന്നു. ഇന്ന് കാലത്ത് ഡെലിവറി ചെയ്യേണ്ട ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കറണ്ട് പോയ സമയമായതുകൊണ്ടായിരുന്നു മറ്റേതിലധികം ലേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ കറണ്ട് വന്നപ്പോൾ ഞാനത് ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് നമുക്ക് അയക്കാനുണ്ടായിരുന്ന ടൈമിലാണ് ഈ ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. നമുക്കൊരു 16 മിനി കുനാഫ ചോക്ലേറ്റ്സിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. 20 രൂപയുടെ കുനാഫ ചോക്ലേറ്റ്സ് ആണ് ഇത് ഓഫർ പ്രൈസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 20 രൂപയ്ക്ക് ഈ ഒരു ചോക്ലേറ്റ് കൊടുക്കുന്നത്. 50 രൂപയാണ് ഫസ്റ്റ് ഞാനിപ്പോൾ ഈ ഒരു ഇട്ടിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇതാ ഈ മിനി ചോക്ലേറ്റ്സ് ഒക്കെ 20 രൂപയ്ക്കാണ്. അപ്പോൾ കുനാഫ ചോക്ലേറ്റ്സ് കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എവിടെയാണെങ്കിലും, ഈ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഞാനത് വീട്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലോ അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് സാധനം എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കറണ്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും കേക്ക് എടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കേക്ക് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്ക് വെക്കാമെന്ന് കേട്ടോ. പക്ഷെ അതങ്ങോട്ട് ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ല ഈ ഒരു കേക്കിൻ്റെ മുകളിൽ. ഈ ഒരു കേക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര kg ആവുമെന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു കേക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ നമ്മളെടുത്ത് പറഞ്ഞത് 2.5 kg ചെയ്യാനായിരുന്നു. നമ്മളിത് ചെയ്ത് വന്നപ്പോൾ ഏകദേശം 3 kg ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് ആ ഒരു റേറ്റ് തന്നെയാണ് മേടിച്ചത്. ഉണ്ടാക്കി വന്നപ്പോൾ എന്താണെന്നറിയില്ല 3 kg ആയിപ്പോയി. നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ 2 kg തന്നെയാണ് എടുത്തത്. അത് ചില കസ്റ്റമേഴ്സിൻ്റെ ഒരു ലക്കാണ്, നമുക്ക് 3 kg തന്നെ കിട്ടും കേട്ടോ. ആൻഡ് ഈ ഒരു തീം വന്നിട്ട് എൽസ പ്രിൻസസിൻ്റെ തീമാണ് കേട്ടോ. കസ്റ്റമർ നമ്മളെടുത്ത് ബ്ലൂ ആൻഡ് വൈറ്റ് തീമാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കേക്ക് ഗേളിനുള്ളതാണ്, അപ്പോൾ അതിന് പറ്റിയ ഒരു തീമായിക്കോട്ടെ. നോർമലി ബ്ലൂ ആൻഡ് വൈറ്റ് ബോയ്സിനല്ലേ കൊടുക്കുക. അപ്പോൾ ഞാൻ എൽസ പ്രിൻസസിൻ്റെ തീം ഇടാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് ചെയ്തോളൂ പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ പേസ്ട്രീസും അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പേസ്ട്രീസ് വന്നിട്ട് നമ്മൾ 56 പീസാക്കിയിട്ടുണ്ടായിരുന്നു. ഈ 1.5 kg കേക്ക് 56 പീസാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാസ്ക് ആണോ എന്ന് ചോദിച്ചാൽ ടാസ്ക് അത്ര വലിയ ടാസ്ക് ഒന്നല്ല. പിന്നെ ഈ ഒരു കേക്ക് ഞാൻ 1.5 kg മെഷർമെൻ്റ് ആണെങ്കിലും ഇത് 2 kg പോലെ നമ്മൾ പരത്തിയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 2 kg അടുത്തോളം കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ടോട്ടൽ കസ്റ്റമർ പറഞ്ഞത് 4 kg ആണെങ്കിലും കസ്റ്റമറിന് കിട്ടിയത് എന്താണ് 5 kg ആയിരുന്നു. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം അതിനോട് മാച്ചായി പോകുന്ന രീതിക്കുള്ള ഒരു ഡിസൈനാണ് ഞാൻ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയാണ്. ഈ ഒരു കേക്കിൻ്റെ പ്രൈസ് വന്നിട്ട് ഇത് വന്നിട്ട് റിച്ച് വൈറ്റ് ഫോറസ്റ്റും റിച്ച് ബ്ലാക്ക് ഫോറസ്റ്റിലുമാണ് നമ്മൾ കേക്ക് ചെയ്തേക്കുന്നത്. പ്രൈസ് വന്നിട്ട് 3100 കേട്ടോ. പിന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ എടുക്കാറുണ്ട്. അങ്ങനെ അത് നമ്മുടെ സ്ഥലത്തിനനുസരിച്ചിട്ടാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.